ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. കനൽക്കട്ടയോട് ഒട്ടി നിൽക്കുന്ന കരിക്കട്ട പോലും കനൽക്കട്ടയായി തീരുന്നത് പോലെ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങിയാൽ മനസ്സു തന്നെ സർവേശ്വരൻ്റെ എല്ലാ ഗുണങ്ങളും അറിവും ആനന്ദവും അഭയവും പ്രദാനം ചെയ്യുന്ന മഹത്തായ ഒരു ശക്തിവിശേഷമായി തീരും നമ്മുടെ മനസ്സ്. അപ്രകാരം എല്ലാ കഴിവുകളും നേടാൻ കഴിയുന്ന മനസ്സ് വിഷയസമ്പർക്കം കൊണ്ട് തൻ്റെ കഴിവുകളും തൻ്റെ ശക്തിയും എല്ലാം ക്ഷയിച്ച് താൻ ഒന്നിനും കൊള്ളരുതാത്ത ഒരു അസത്ത് വസ്തുവായി മാറുന്നു. അതിനാൽ നാം എന്ത് ചെയ്യണം? കനൽക്കട്ടയായി തീരാൻ കരിക്കട്ട ചെയ്തതുപോലെ മനസ്സാകുന്ന കരിക്കട്ടയെ നമ്മൾ ആത്മാവാകുന്ന കനൽക്കട്ടയോട് ഒട്ടി നിൽക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഇവിടെ അപ്പോൾ മനോമാലിന്യം നീങ്ങിയാൽ, മനസ്സിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങിയാൽ, മനസ്സിലെ മാലിന്യമാണ് കരിക്കട്ട. ആ കരിക്കട്ട കനൽക്കട്ടയാകാൻ കനൽക്കട്ടയോടൊട്ടി നിൽക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങിയാൽ, അപ്പോൾ മനോമാലിന്യം നീങ്ങിയാൽ ചിൽപ്രഭ കണ്ടിടാം എന്നുമെന്നും. മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ആ ചിൽപ്രഭ നമുക്കെപ്പോഴും കണ്ട് ആനന്ദിക്കാൻ സാധിക്കുന്നതാണ്. നിത്യാനിരന്തരം ആത്മസ്മൃതി ചെയ്താൽ ചിത്തം ജ്വലിച്ച ആത്മസ്വരൂപമായി തീരും. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാം നിത്യം നിരന്തരം ആത്മസ്മൃതി ചെയ്യണം. നിത്യവും നിരന്തരമായിട്ട് എന്നും എപ്പോഴും ഇടപെടാതെ ആത്മസ്മൃതി. ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്. ഒരു മത്സ്യത്തിന് എപ്രകാരം ജലം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണോ, അപ്രകാരം ഈശ്വരൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത്. വെള്ളമില്ലെങ്കിൽ മത്സ്യത്തിന് ഒരല്പം പോലും നിലനിൽപ്പില്ല. അതുപോലെ എപ്രകാരം മത്സ്യത്തിന് ജലം ആണോ, അതുപോലെയാണ് സർവീശ്വരൻ നമുക്കോരോരുത്തർക്കും. ഈ ജഗത്തിനെല്ലാം ആശ്രയമായിരിക്കുന്ന ആ ഈശ്വര സാന്നിധ്യം ഇല്ലെങ്കിൽ ജഗത്തെന്ന പ്രതിഭാസമേ ഇല്ല. ഇതാണ് നാം ബോധിക്കേണ്ടത്. അതാണ് അപ്പോൾ മനോമാലിന്യം നീങ്ങിയാൽ ചിൽപ്രഭ കണ്ടിടാമെന്നുമെന്നും. നിത്യം നിരന്തരം ആത്മസ്മൃതി ചെയ്താൽ ചിത്തം ജ്വലിച്ച ആത്മസ്വരൂപമായി മാറും. ഈ മനസ്സെന്ന വസ്തു ആത്മസ്വരൂപമായി മാറും. അതിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങിയാൽ. ദേഷ്യം, പക, അസൂയ, പ്രതികാരം, ഇതൊക്കെയാണ് മനസ്സിലെ മാലിന്യങ്ങൾ. ഈ മാലിന്യങ്ങൾ നീങ്ങിയാൽ ആ ചിത്തം തന്നെ നിശ്ചലമാവുകയും അത് നിർമ്മലമാവുകയും അതിൽ ആത്മാവിനെ അല്ലെങ്കിൽ ഈശ്വരനെ പ്രതിഫലിപ്പിച്ച് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. അപ്പോൾ പിന്നീടത് മനസ്സെന്ന വ്യവഹാരമേ അല്ല. ചലിക്കുമ്പോൾ മനസ്സാകുന്നു, നിശ്ചലമാകുമ്പോൾ അത് ഈശ്വരനുമായി തീരുന്നു എന്നതാണ്. അപ്പോൾ മനോമാലിന്യം നീങ്ങിയാൽ ചിൽപ്രഭ കണ്ടിടാമെന്നുമെന്നും. നിത്യം നിരന്തരം ആത്മസ്മൃതി ചെയ്താൽ ചിത്തം ജ്വലിച്ച ആത്മസ്വരൂപമായി തീരും.